നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലെ കുടിക്കോരൊക്കെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അന്ന് കുറെ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയായിരിക്കും രാഹുലിനെതിരെ കളിച്ചത്, സ്വന്തം തട്ടകത്തിൽ നിന്നാണോ എന്നൊക്കെ നമ്മൾ പല പേരുകളും ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ രഹസ്യങ്ങളൊക്കെ പുറത്തു വരാൻ കാരണം ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇപ്പോൾ CPM-ലേക്ക് ചേർന്നിരിക്കുകയാണ്. ഉദയംപൂർ മണ്ഡലം പ്രസിഡന്റ് അഖിൽ രാജ് ആണ് ഇപ്പോൾ CPM-ൽ ചേർന്നിരിക്കുന്നത്. അഖിൽ രാജ് ചേരുക മാത്രമല്ല, അഖിൽ രാജ് പറഞ്ഞിരിക്കുന്നത് വൈകാതെ തന്നെ ആരൊക്കെയാണ് രാഹുലിനെ കുടുക്കിയത് എന്നുള്ള പല പേരുകളും പറയുന്നുണ്ട്. ഏതായാലും വലിയൊരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ അഖിൽ രാജിന്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, അഖിൽ രാജിന് CPM-ൽ എത്തുന്നത് കൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു കള്ളക്കഥകളാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. കൊച്ചിയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് അഖിൽ രാജ് ഇപ്പോൾ CPM-ലേക്ക് പോകുന്നു. നല്ല കാര്യം, അത് പറ്റോട്ടെ. അങ്ങനെ എത്ര പേര് മാറി തിരിഞ്ഞൊക്കെ പോകുന്നു, നല്ല കാര്യമാണ്. പക്ഷേ അഖിൽ രാജ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു പക്ഷെ അത് ഇനിയെങ്കിലും കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് പോലും നിലനിൽപ്പില്ലാത്ത യൂത്ത് കോൺഗ്രസ് ഞങ്ങളെപ്പോലുള്ള താഴെ തട്ടിൽ ഉള്ളവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനാകും എന്നൊരു ചോദ്യം അഖിൽ രാജ് ഉയരുന്നുണ്ട്. ഇപ്പോൾ അബിൻ വർക്കിയെ ഒരു സ്ഥാനത്തേക്ക് മാറ്റാത്തതിനെ പറ്റിയുള്ള ഒരു വിമർശനവും അഖിൽ രാജ് പറയുന്നുണ്ട്. അത് ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ഇത്രയധികം യൂത്ത് കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച അവർക്ക് എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല എന്നുള്ള തരത്തിൽ അതവിടെ നിൽക്കട്ടെ. രാഹുലിന്റെ കാര്യം ആദ്യം എടുക്കാം. രാഹുലിന്റെ വിഷയം വന്നപ്പോൾ അഖിൽ രാജ് പറയുന്നത് VD സതീശൻ പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടതും വലിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പലവിധ ചർച്ചകൾ നടത്തി എന്നുള്ളത് തെളിവ് സഹിതം അഖിൽ രാജിന്റെ കയ്യിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ രാഹുലിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെ ചില വട്ടം കൂട്ടം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരാളിനെ തീർത്തപ്പോൾ എന്താണ് കോൺഗ്രസ് നേടിയെന്ന് ചോദിച്ചാൽ അറിയില്ല, യൂത്ത് കോൺഗ്രസ് എന്താ നേടിയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരാളിനെ തീർക്കാൻ എളുപ്പമാണ്, പക്ഷേ ഈ പറയുന്നത് പോലെ ഒരാളുടെ കീർത്തിയും പ്രശസ്തിയൊക്കെ നമുക്ക് ഒരു വിധത്തിൽ തീർക്കാം. പക്ഷെ അത് എന്നായാലും ആളുടെ ഭാഗത്ത് കുറച്ചൊക്കെ നീതി ഉണ്ടെങ്കിൽ തിരിച്ചു വരും. നല്ലൊരു നേതാവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും തിരിച്ചു വരും. അതാണിപ്പോൾ നമ്മൾ രാഹുലിന്റെ കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന. പാലക്കാട് ഇന്നലെ അംഗനവാടി ഉദ്ഘാടനത്തിന് റീലിനെ പറ്റി കമന്റ് ചെയ്ത് ട്രോൾ ചെയ്തിട്ടുള്ളവരുടെ മുമ്പിൽ നല്ല ഒന്നാന്തരം നല്ല പാട്ടൊക്കെ ഇട്ട നല്ലൊരു റീലാണ് രാഹുൽ ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൈകളൊക്കെ കൊടുത്ത് ഒരുപക്ഷെ അത് കണ്ട നേരത്തെയൊക്കെ എൻ്റെ മുന്നേ ഉള്ള ദിവസങ്ങളിൽ രാഹുൽ മറ്റേ ഉദ്ഘാടനമൊക്കെ ചെയ്തതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ ബാഡ് കമന്റ്സുകൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇട്ട റീലിൽ എന്തോ അതിനകത്ത് തന്നെ ചില കമന്റുകൾ പറയുന്നുണ്ട്, ഇത് കാണുമ്പോൾ എന്തോ തന്നോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ടോ എന്നൊക്കെ. ചീത്ത പറയാൻ തോന്നുന്നില്ല, ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പോലും ചീത്ത പറയുന്നില്ല. അതാണ് ഒരു യഥാർത്ഥ നേതാവ്. അല്ലാതെ കടക്ക് പുറത്ത് എന്നുള്ളൊരു നിലപാടിൽ ആരെ കണ്ടാലും ഇങ്ങനെ ഇരിക്കുന്ന നേതാവിന്റെ കാലമൊക്കെ കഴിഞ്ഞു. അപ്പൊ അത് ഒരുപക്ഷെ ഷാഫിക്കും രാഹുലിനും എന്തുകൊണ്ടാണ് അത്രയേറെ ഒരു ജന പിന്തുണയുള്ളതെന്ന് വെച്ചാൽ അവരുടെ മറ്റുള്ളവരോടുള്ള ഒരു ഇടപെടൽ തന്നെയാണ്. അതിലൊരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു കൃത്രിമത്വമില്ല. അതേസമയം നമ്മുടെ CPM-ലെ ചില നേതാക്കളൊക്കെ അത്തരത്തിലൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ അവിടെ ഒരു ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നതിലും കൈ കൊടുക്കുന്നതിലും ഒക്കെ ഒരു കൃത്രിമത്വം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അത് കോൺഗ്രസിൽ തന്നെ അങ്ങനെ പല VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ വലിച്ച ചിരിയായിട്ട് ചെന്ന് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു നേതാവിൻ്റെ ഒരു കൃത്രിമത്വമാണ് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു നാച്ചുറാലിറ്റി ഉണ്ട്. അതായിരിക്കണം യഥാർത്ഥ നേതാക്കന്മാർ. അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ രാഹുൽ തന്നെ ചില അമ്മമാരെ പോയി അവർ പറഞ്ഞിട്ടോ ചോദിച്ചിട്ടോ ചെന്ന് കെട്ടിപ്പിടിക്കുകയും അല്ലെ അവരെ കൈ കൊടുക്കുകയും കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന അത് അവരുടെ ഒരു എന്താ പറഞ്ഞേ അവരുടെ ഒരു വൈബാണത്. അപ്പൊ അതൊക്കെ ഈ ജനത്തിന് ഇഷ്ടമാണ്. ഇപ്പൊ അംഗനവാടി ഉദ്ഘാടനത്തിന് പോയ വഴിക്കെല്ലാം കൊച്ചു കുട്ടികളെ കണ്ട് സെൽഫി എടുക്കുന്നു, അവർക്ക് ഹൈ കൊടുക്കുന്നു, ഓട്ടോഗ്രാഫ് കൊടുക്കുന്നു. അങ്ങോട്ട് ചെന്ന് വീട്ടിനകത്ത് ചെന്ന് അമ്മമാരെയും ഒക്കെ കണ്ട് അവർക്ക് കൈയൊക്കെ കൊടുത്ത് അതൊരു പ്ലസന്റ് മൂഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു പക്ഷേ വേറെ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല. ശ്രമിച്ചിട്ടുണ്ട് പലരും, കഴിഞ്ഞിട്ടില്ല. ഷാഫിക്കും അതേപോലെ തന്നെ പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്നത് ഒരുപാട് നന്മകളും സഹായം ഷാഫിന് നിരവധി വീഡിയോകൾ ചില കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു യഥാർത്ഥ നേതാവിനെ ജനം ഏറ്റെടുക്കുന്നത്. ഇവിടെ രാഹുലിനെതിരെയുള്ള ആരോപണം ഒരു പക്ഷേ അതിലെ പകുതി സത്യമായിട്ട് തന്നെ ഇപ്പോഴും നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. ഈ പറയുന്ന ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്നോണം സ്വകാര്യകരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിപ്പോഴും എന്താ പറയുന്നത്, ഇരു വ്യക്തികളും
അതിൽ ഒരു വ്യക്തി മാത്രമായിട്ട് ചെന്ന് പീഡിപ്പിച്ചതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടൻ പാലക്കാട് ഇറങ്ങില്ലായിരുന്നു. അത് ഇരു വ്യക്തികളുടെ സമ്മതപ്രകാരം ഉണ്ടായ ഒരു ബന്ധം. അത് ആരോ ഇവർ തമ്മിലുള്ള ബ്രേക്കപ്പിനിടയിൽ ആരോ എടുത്തിട്ട് അലക്കി അത് കുളമാക്കി. പക്ഷെ എന്തായാലും അത് ഒരു തെറ്റ് തന്നെയാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പണിയല്ല, അത് തെറ്റ് തന്നെയാണ്. അത് ഒരു പക്ഷേ ഇനിയുള്ള ജീവിതത്തിൽ അദ്ദേഹം അത് തിരുത്തി വരും. എല്ലാ മനുഷ്യരും നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് നല്ലൊരു നേതാവിനെ അങ്ങനെ കളയാനും പറ്റില്ലല്ലോ. അപ്പൊ തെറ്റ് തിരുത്തി വരട്ടെ. ഇരുപക്ഷക്കാർക്കും അതിൽ പരാതിയില്ല. പരാതി ഉള്ളത് ചില മാധ്യമങ്ങൾക്കും എതിർ ടീം അംഗങ്ങൾക്കുമാണ്. ഒരു പക്ഷെ ഇത്രത്തോളം രാഹുലിനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് ഒരു പക്ഷേ VD സതീശൻ തന്നെയാണ്. അപ്പം അത് ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിനകത്തുള്ള അല്ലെങ്കിൽ VD സതീശനെ സ്നേഹിക്കുന്ന പല സഹപ്രവർത്തകർക്കും ഒരു വേദന തന്നെയാണ്. ഇപ്പൊ അഖിൽ രാജ് എന്ന് പറയുന്ന വ്യക്തി CPM-ലേക്ക് പോയി. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും നേതാക്കന്മാരൊന്നും ആവാൻ പറ്റില്ലല്ലോ. ചില ആൾക്കാർക്കല്ലേ പറ്റൂ. ഇപ്പൊ അബിൻ വർക്കിയെ എന്തുകൊണ്ടാണ് ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി ദേശീയ തലത്തിൽ പ്രതിഷ്ഠിച്ചത്, മറ്റൊരാളെ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ മാത്രമല്ല ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത്, ദേശീയ തലത്തിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു തീരുമാനം കാണും. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഈ കേരളത്തിൽ എന്താ വേറെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ? അപ്പൊ അതിനൊരു കൃത്യമായ തീരുമാനം, ഒരു അജണ്ട മുകളിൽ നിന്ന് കാണും. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. അതിനെ സ്വാഗതം ചെയ്യുക. കാരണം ഒരു പക്ഷെ അബിൻ വർക്കിക്ക് ഇതിനേക്കാളും വലിയൊരു സാധ്യതയായിരിക്കും ദേശീയ തലത്തിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അത് അദ്ദേഹമായിട്ട് വാ തുറന്ന് ഈ മാധ്യമങ്ങളോട് പറഞ്ഞ് കുളമാക്കാതിരുന്നാൽ മതി. ഈ നമ്മള് ഒരു ഗ്രൂപ്പായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം നേടണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് നമുക്കൊരു പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പക്ഷെ അതിനപ്പുറം നമുക്കൊരു ഡബിൾ പ്രൊമോഷൻ ആയിരിക്കും ചിലപ്പോൾ വെച്ചിരിക്കുന്നത്. നമ്മളുടെ കഴിവുകൾ എന്താണെന്നുള്ളത് നമ്മൾ ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിലെ അതിന് വേണ്ടപ്പെട്ടവർക്കറിയാം നമ്മൾ ഏത് ഭാഗത്താണ് നമുക്ക് കഴിവുകളുള്ളതെന്ന്. അപ്പൊ ആ ഭാഗത്തെ കഴിവുകൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു പ്രൊമോഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അബിൻ വർക്കി എന്നൊരു വ്യക്തി ഒരു പക്ഷേ നല്ല പ്രവർത്തകനാണ്, ഒരുപാട് അടിയും ഇടിയും തൊഴിയൊക്കെ കൊണ്ടിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ദേശീയ തലത്തിൽ സെക്രട്ടറി എന്നുള്ള ഒരു സ്ഥാനമാണ്, അത് കുറഞ്ഞ പദവിയൊന്നുമല്ല. പക്ഷെ അതിനപ്പുറം അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന ഇനി തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ വലുതെന്തോ കാത്തിരിക്കുകയാണ്. അത് എന്തുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല? അപ്പൊ എല്ലാം പെട്ടെന്ന് വേണം, പെട്ടെന്ന് ഞാൻ അങ്ങ് വലിയ ഇതാവണം എന്നുള്ള രീതിയിൽ നിൽക്കരുത്. അബിൻമാർക്ക് ഉൾപ്പെടെ ഈ പറയുന്നത് പോലെ രാഹുലിനെ ഈ ഒരു പൊക്കച്ച് പുറത്ത് ചാടിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനിയിപ്പോ ഒരുപക്ഷെ അജിത്തിന്റെ വായിൽ നിന്ന് എന്തൊക്കെ വരുന്നെന്നുള്ള കണ്ടറിയാം. അപ്പൊ അബിൻമാർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ ചെയ്തു എന്നുള്ളത് വരുന്നു. അപ്പം ഒരാളെ തട്ടി മാറ്റിക്കൊണ്ട് മറ്റൊരാളുടെ പദവിയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്കും ഇത്തരത്തിലുള്ള പണി വീഴും അല്ലേ? ഇപ്പം ഞാനിരിക്കുന്ന പൊസിഷനിൽ വേറൊരാള് എന്റെ കാല് വാരി കയറിയിരിക്കാൻ ശ്രമിച്ച ആ വ്യക്തി അധികം നാൾ വാഴില്ല, മറ്റൊരാൾ വരും. അപ്പൊ കാല് വാരാൻ എളുപ്പമാണ്. പക്ഷെ അത് സത്യസന്ധമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, ആ സ്ഥാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ തൽക്കാലം ഈ ഒരു നേതൃത്വം, യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു നേതൃത്വം ആ ഒരു സെലക്ട് ചെയ്തേക്കുന്ന രീതി എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ പറയുന്ന ആൾക്കാരും ആരും മോശക്കാരൊന്നുമല്ല. പക്ഷേ ഈ പറയുന്നോണം ഇപ്പൊ ചാണ്ടി ഉമ്മൻ ഇന്നൊരു പ്രസ്താവന നടത്തി, എന്നെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ എന്നെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ തെരഞ്ഞെടുപ്പൊന്ന് കഴിയട്ടെ പുറത്തുവിടാം. താങ്കൾ ഒന്ന് ചിന്തിക്കുക, താങ്കൾ അങ്ങനെ ഇരുന്നപ്പോൾ കോൺഗ്രസ് താങ്കളെ പിടിവിട്ടില്ല. താങ്കൾക്ക് MLA എന്ന് പറയുന്ന ഒരു പദവി ഇപ്പോൾ ഉണ്ട്. ഇനി അടുത്തത് ഒരുപക്ഷെ മന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് അതാ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ, ഞാൻ എന്നെ മന്ത്രിയാക്കിയില്ലെങ്കിൽ അപ്പം ഞാൻ എല്ലാം കൂടെ വെച്ച് കാണിച്ചു തരാം. ഇതാണ് കോൺഗ്രസിന്റെ ശാപം. വളരും തോറും പിളരും തോറും വളരും. ഇപ്പൊ പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് Aയും Iയും അല്ല, ഇപ്പൊ B എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രൂപ്പും കൂടെ ഉണ്ടാക്കാണ്, വേണുഗോപാൽ ഗ്രൂപ്പിനെതിരെ ഇപ്പോൾ Aയും Iയും കൂടെ ഒരുമിക്കുന്നു. രമേശ് ചെന്നിത്തലയും VD എല്ലാം കൂടെ ഒരുമിച്ച് ഇനി വേണുഗോപാലിനിട്ട് പൊട്ടിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, ഒന്ന് കോൺഗ്രസ്സുകാരെ ഒന്ന് അടങ്ങും, ഒന്ന് ഒതുങ്ങും. നിങ്ങളുടെ കയ്യിൽ ഓരോന്ന് അയ്യപ്പൻ തന്നെ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ട് നന്നാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ഈ പാർട്ടി എന്ന് നന്നാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതൊരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട്. കാരണം ഒരു കേഡർ പാർട്ടിയൊക്കെ ആണെങ്കിൽ ഒരാൾ പറയുന്നതിന്റെ അപ്പുറത്തോട്ട് പെടും. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഒന്ന് മുളപന്താൻ വന്നവരെ എല്ലാം അടിച്ചിട്ടില്ലേ? അവിടെ ഈ ഇടയ്ക്ക് പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടായല്ലോ. CPM-ൽ എന്താണ്, ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. എന്താ ഇല്ലാത്തത്? ഇന്നലെ G സുധാകരൻ പറയുന്ന കേട്ടില്ലേ? അപ്പം എന്തോരം വിഷയങ്ങൾ അവരുടെ ഇടയിലുണ്ട്.
പക്ഷേ എന്താണ്, അവരതിനെ അടിച്ചിടും, കമഴ്ത്തിയിടും. അതിനുള്ള ഒരു പവർ ഒരാളുടെ കയ്യിലുണ്ട്. ഇത് ഒരു നിയന്ത്രണമില്ല, ഒരാളുടെ കൈകളിലല്ല. എല്ലാവരും വലിയ നേതാക്കന്മാരാ. വി ഡി സതീശൻ പറയുന്നത് ഞാനാ വലിയ നേതാവ്, രമേശ് ചെന്നിത്തല പറയുന്നത് ഞാനാണ്. അങ്ങനെ ഓരോ വ്യക്തികളും പറയുന്നത് ഞാൻ തന്നെയാണ് വലുത്. ചാണ്ടി ഉമ്മൻ പറയുന്നു ഞാനാണ് വലുത്, എൻ്റെ അപ്പ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞാനാ. അപ്പൊ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഇത്. പിന്നെ ഇതിപ്പോ ആരും വലിയ മൈൻഡൊന്നും കൊടുക്കാറില്ല. പക്ഷെ ഇതിപ്പോൾ വി ഡി സതീശനെതിരെയുള്ള ഈ അഖിൽ രാജിന്റെ ആരോപണം അത് CPM ഇപ്പൊ നന്നായിട്ട് എടുത്തിട്ട് കളിക്കുന്നുണ്ട്. ശബരിമല വിഷയം എങ്ങനെയെങ്കിലും മുഖ്യെങ്കിലും പറ്റും. അവരതിന് 4 ചുറ്റും വളം പിടിച്ച് പല ഓഫറുകൾ നൽകി പല ആൾക്കാരെയും കസ്റ്റഡിയിലാക്കുന്നുണ്ട്. ഇപ്പൊ അഖിൽ രാജിന് നല്ല ഓഫർ കൊടുത്തു കാണും. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് കസ്റ്റഡിയിലാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇനി പലതും പുറത്തു വരും. വി ഡി സതീശൻ എന്തൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആ കളികളെല്ലാം പുറത്തു വരും. അപ്പൊ ഇത് ശബരിമല വിഷയം മുക്കണം, ഇതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. മറ്റ് ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം മുക്കി തെരഞ്ഞെടുപ്പിനെ നേരിടണം. ഇപ്പൊ ശബരിമല വിഷയം ഏകദേശം തണുത്ത് വന്നുകൊണ്ടിരിക്കുക. അത് മറ്റുള്ള മാസപ്പടി കേസ് പോലെയും ലാവ്ലിൻ കേസ് പോലെയും ലൈഫ് മിഷൻ കേസ് പോലെയൊക്കെ ആവും, അത്രയേ ഉള്ളൂ. ഇതിന് ഇതിങ്ങനെ തന്നെ. പക്ഷെ കാരണം നല്ലൊരു പ്രതിപക്ഷമില്ലാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അബിൻ വർക്കിയുടെ കാര്യത്തിൽ പറഞ്ഞാലും എന്തുകൊണ്ട് അബിൻ വർക്കിയെ ഇന്നലെ കണ്ടില്ലയോ, ഈ ഒരു ശബരിമല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടി ഇവിടെ നടന്നു. അതിന്റെ ഇടയ്ക്ക് അബിൻ വർക്കിയെ തൂക്കിയെടുത്തോണ്ട് അതൊന്ന് കാണിക്കുകയാണ്. മറ്റുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ ഒരു PR വർക്കാണ്, കാണിക്കുകയാണ് അബിനെ അങ്ങനെ നിങ്ങൾ ഇതാക്കണ്ട, ഞങ്ങൾ കുറെ പേരുണ്ടെന്ന്. ഇത് തന്നെയാണ് ആ പാർട്ടിയുടെ ശാപവും. ഏതായാലും ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരുന്ന എന്നാ ഒന്ന് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ പോലും ഇതുങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ വീണ്ടും ഞാൻ പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കോൺഗ്രസ്സുകാർ മിണ്ടാതെ അവനവന്റെ വീട്ടിൽ കുത്തിയിരുന്നാൽ അത് ജനം തൂക്കിയെടുത്ത് ജയിപ്പിച്ചോളൂ. ഈ മിണ്ടുന്നതാണ് പ്രശ്നം. നോക്കൂ, അഖിൽ രാജ് പോയി പുറത്തു ചാടി ഇപ്പൊ കോൺഗ്രസിന് ഇട്ട് പൊട്ടിച്ച് അതും ചാണ്ടി ഉമ്മൻ, അബിൻ വർക്ക്, ഈ അടുത്ത ദിവസങ്ങളിൽ നോക്കൂ വലിയ വിഷയങ്ങൾ ഇവിടെ കിടക്കുന്നു. അതിലേക്ക് പോകാതെ ഇവര് സ്വന്തം തലയിൽ ആണി അടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനെ ഒന്ന് പൊട്ടിക്കണം, മറ്റേതല്ല പൊട്ടിക്കേണ്ട, എൻ്റെ തലയൊന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടിക്കെതിരെ നിങ്ങൾ ഉതിർക്കുന്ന ഓരോ വാക്കുകളും അത് എന്തിന്റെ പേര്? നിങ്ങളിപ്പോൾ ഇപ്പൊ അബിൻ വർക്കി കിടന്ന് കോര പ്രസംഗം നടത്തി എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ അദ്ദേഹത്തിന് കോൺഗ്രസിലെ നിലവിലുള്ള ഒരു പരിഗണന പോലും ഇനി കിട്ടാൻ പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കൂ. കാരണം നിങ്ങൾക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഉയർന്നു കാണുമോ, എന്നിട്ട് നല്ലൊരു നേതാവും. പിന്നെ ജനം നിങ്ങളുടെ പൊക്കിക്കൊണ്ട് കിടക്കും. പിന്നെ ആർക്കും ഒരു താഴ്ത്തെ ഇറങ്ങി. എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എപ്പോഴും പറയും പിണറായി VS-നെ ചവിട്ടി മുന്നേറി വന്നെയാണ്. അപ്പൊ ഇത് പണ്ട് ചരിത്രം പരിശോധിച്ചാൽ ബാക്കിലോട്ടുള്ള സ്റ്റോറികൾ നോക്കിയാൽ ഒരു നേതാവും ഈ പറയുന്നത് പോലെ പാർട്ടി എടുത്ത് ഉയർത്തി കൊണ്ടുവന്നതല്ല. അവരവരുടെ കഴിവുകളിൽ കുതികാൽ വെട്ടുമൊക്കെ നടത്തിയ അത് ഈ പരസ്യമാക്കാതിരിക്കും. നിങ്ങൾ തന്ത്രങ്ങൾ പ്രയോഗിച്ചോളൂ, നിങ്ങൾ വലിയ നിലയിൽ എത്തിക്കോളൂ, ഒപ്പം നല്ല സേവനം നടത്തിക്കോളൂ. പക്ഷേ സ്വന്തം പല്ലട ഒരു കുത്തി നാറ്റിക്കാതെ സ്വന്തം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതെ ആദ്യം നിങ്ങളൊന്ന് ഭരണത്തിൽ വരൂ. ആദ്യം ഒന്ന് ഭരണത്തിലോട്ട് വാ, എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കും. ഇതിപ്പോ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഇത് കാണിക്കുമ്പം ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയാണ്. ഇങ്ങനെ തമ്മിലടിക്കുന്ന ഇവരെയൊക്കെ ഭരണത്തിൽ കൊണ്ടുവന്നിട്ട് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ഇപ്പോഴേ കടക്കണി, ഇനി തമ്മിൽ തന്നെ ഉള്ളവരെ കൊണ്ടുവന്നിട്ടാ എങ്ങനെ? പക്ഷെ ഇവിടെ ഒരു ഗുണമുണ്ട്. ഇവര് എന്തുണ്ടെങ്കിലും ഈ കോൺഗ്രസ്സുകാർ പുറത്ത് പറയുന്നത് കൊണ്ടേ ഏതെങ്കിലും ഒരാൾ ഇതിനകത്ത് വെട്ടിപ്പ് നടത്തിയാലും പുറത്തു പോകും. ഇത് പേടിയുള്ളതുകൊണ്ട് ഇവരെ ശരിക്കും ഇവരുടെ കൈ ഭരണ സുരക്ഷിതമായിരിക്കും. മാത്രമല്ല പ്രതിപക്ഷം വെറുതെ ഇരിക്കുമല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് ഭരണപക്ഷത്തും പ്രതിപക്ഷത്ത് CPM വരുന്നത് എപ്പോഴും നല്ലത്. CPM വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് ഇപ്പോഴും. പക്ഷെ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമാധാനപരം ഒരു ഇങ്ങനെ തമ്മിലടി ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷെ ഇവർ ഭരണപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ഒന്ന് കൈയിട്ട് വരാൻ കൈ നോങ്ങിയാൽ മതി, ഒട്ടനെ ഇത് ഫ്ലാഷ് ആവും, താഴെ ഇറക്കും, അടിച്ച് താഴെ ഇടും. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവരുടെ സ്വകാര്യത എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ് അല്ലേ? സ്വകാര്യതയിലുള്ള ചില സംഗതികൾ, സ്വകാര്യത അല്ലാത്ത ചില സംഗതികൾ അത് പുറത്തു വന്നു. പാവം പിടിച്ചതിന്റെ അവസ്ഥ എന്തായി? ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? അത് ഒരു സ്ട്രോങ് പ്രതിപക്ഷം ഓപ്പോസിറ്റ് വന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ആളിക്കത്തിക്കാൻ. ഇതിപ്പോ കോൺഗ്രസ്സുകാരാണ് ശബരിമല വിഷയം നടത്തിയിരുന്നെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോയി ഇപ്പൊ അടുത്ത ഇലക്ഷൻ ആയേനെ. അപ്പൊ എപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്നതല്ലേ, വലിയ കട്ടും മുടുപ്പും ഒന്നും വരത്തില്ല, കൊള്ളത്തരകളൊന്നും. അഥവാ ഉണ്ടെങ്കിൽ ഇച്ചിരിങ്ങാണ് അവർ അത്തപ്പാടികൾ വാരാൻ ശ്രമിച്ചാലും മറ്റവന്മാർ നോക്കിയിരിക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ കയറി വരുന്ന ഒരു പാർട്ടിയുണ്ട് BJP. അത് ഇവര് മറന്നു പോകുന്നു. പക്ഷെ അതും വരട്ടെ. ഞാൻ പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയല്ലേ, BJP വരട്ടെ, എല്ലാ ഗുണദോഷങ്ങളും ജനങ്ങൾ മനസ്സിലാക്കി ശരിക്കും നല്ലൊരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഞാൻ പറയുന്ന ഓരോ മണ്ഡലങ്ങളിലും നല്ല നേതാവ് ആരെന്ന്
എന്ന് നോക്കി തെരഞ്ഞെടുത്താൽ ഒരുപക്ഷെ ഭരണം വരുന്നത് ആരുടെ കയ്യിലാണെന്ന് ഒരുപക്ഷെ ജനത്തിന് മനസ്സിലാവും. നല്ല നേതാക്കൾ എവിടെയുണ്ടെന്നുള്ളൊരു ഒന്ന് ചൂസ് ചെയ്ത് അവിടുത്തെ ആ മണ്ഡലത്തിലുള്ള ജനത്തിന് പ്രയോജനപ്പെടുത്തുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മൊത്തത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ഇത് വരുമ്പോഴത്തേക്കും ആരാണെന്നുള്ള കണ്ടെത്താനാവും. അപ്പൊ ഇപ്പോഴത്തെ ഒരു സമീപനം അനുസരിച്ച് കോൺഗ്രസിനാണ് സാധ്യത. പക്ഷെ ഇപ്പൊ അവരായിട്ട് കളഞ്ഞു കുടിക്കുക. പക്ഷെ ഇത്തവണ BJP കുറെ സീറ്റ് പിടിക്കും, അത് ഉറപ്പാണ്. അപ്പം നിലവിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം അജിത്ത് കുറെ കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വിട്ടേക്കുന്നുണ്ട്. ഇനി വിടാനിരിക്കുന്നു. VD സതീശൻ ഏതായാലും പെട്ടു എന്ന് തന്നെ പറയാം. VD സതീശൻ എന്തൊക്കെയാണ് രാഹുലിനിട്ട് മാന്തി പറിച്ചത് എന്നുള്ളത് ഇനിയിപ്പോ ഓരോന്ന് തുരുതുരയായിട്ട് വരുന്നതാണ്. അത് നല്ല PR വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കാരണം രാഹുലിനെതിരെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ കോൺഗ്രസ് ഇതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് പലപ്പോഴും CPM പറയുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിനെതിരെ ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സൈബർ ആക്രമണം ഇത് ഈ എറിഞ്ഞി ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ പിന്നാലെ VD സതീശൻ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ ഇനി വരാനിരിക്കുന്നു. ഏതായാലും എന്തൊക്കെയാണ് പുറത്തു വിടുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കാം. രാഹുലിന്റെ അയ്യപ്പനെ ചെന്ന് കണ്ടപ്പോഴേ നല്ല കാലം തുടങ്ങിയത് തോന്നുന്നു.